കഷ്ടാനുഭവാഴ്ചയുടെ 1-ാം ദിവസമാണ് തിങ്കളാഴ്ച. ഈ ദേവാലയത്തിൽ കടന്നു വന്ന് സ്നേഹമുള്ള വൈദ്യശ്രേഷ്ഠരുടെയും ശ്രേഷ്ഠരായ ഇടവകാംഗങ്ങളുടെയും വിശ്വാസികളുടെയും സമൂഹമേ, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയ ഒരു ഭാഗ്യമാണ് ഇന്നത്തെ ഈ ധ്യാനയോഗം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോട് ഉണ്ടായിരുന്ന അനേകർ ഈ ലോകത്തൊന്നും വേർവിട്ടു പോയി. ദൈവത്തിൻ്റെ അത്ഭുതകരുണയാൽ നമ്മുടെ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളുമൊക്കെയും നമുക്ക് വിടുതലും ആശ്വാസമായി സൗഖ്യമായി ആരോഗ്യത്തോടെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ധ്യാനയോഗത്തിന് കടന്നു വരാനുള്ളതായ ദൈവകൃപ എനിക്കുണ്ടായതിൽ അതിയായ സന്തോഷം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഒരു 45-50 മിനിറ്റിനകം എൻ്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം. കർത്താവായ യേശു തമ്പുരാൻ ജനിക്കുന്നതിന് 500 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന സക്കറിയ പ്രവാചകൻ AD 32 കർത്താവിൻ്റെ ന്യായവിധിയെ പറ്റി കാണുകയും തൻ്റെ ദീർഘദർശനത്തിൽ കൂടി, തൻ്റെ ആത്മീയമായ ബൈനാക്കുലർ കൂടി അന്ന് പീലാത്തോസിൻ്റെ അരമനയിലും കയ്യാഫായൻ്റെ അരമനയിലും നടന്ന വിഷയങ്ങളെ വളരെ ഭംഗിയായ രീതിയിൽ, വെരി സെൻസിറ്റീവായിട്ട്, വെരി ക്ലിയറായിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. കർത്താവ് ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് സക്കറിയ പ്രവചനത്തിൻ്റെ ആ സക്കറിയാവ് കണ്ട ഒരു സംഭവം, ബറാബാസും പുരോഹിതന്മാരുമായിട്ട് ഉള്ള ഒരു സംവാദമാണ്. ദർ ഇസ് എ ഡയലോഗ് ബിറ്റ്വീൻ ബറാബാസ് ആൻഡ് ദ ഹൈ പ്രീസ്റ്റ്. എന്തായിരുന്നു അത് എന്ന് നമുക്കൊന്ന് വായിച്ചേക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിലിട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ട് കളഞ്ഞു. അനന്തരം ഞാൻ യഹൂദായും ഇസ്രായേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയൻ്റെ കോപ്പ എടുത്തുകൊള്ളുക, ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കറിയ കൊണ്ട വിഷൻ ഇതായിരുന്നു. ബറാബാസ് എന്ന് പറയുന്ന ആ ആള് ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ഭയങ്കര ടെററിസ്റ്റായിട്ടുള്ള, വലിയ ഫണ്ടമെൻ്റലിസ്റ്റായിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒരു യഹൂദ പുരോഹിതൻ്റെ മകനാണെന്നാണ് പറയുന്നത്. അബ്ബാസ് എന്നാണ് ആ പിതാവിൻ്റെ പേര്. അദ്ദേഹം യഹൂദ മതത്തിന് വേണ്ടി ഭയങ്കര ശക്തിയുക്തം പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. യഹൂദ മതത്തോടുള്ളായ ആദിത്യം കൂടുതലുണ്ട്. അദ്ദേഹം 3 റോമൻ പട്ടാളക്കാരെ കുത്തിക്കൊന്നു. അത്ര ടെററിസ്റ്റായിരുന്നു. ആ കാരണത്താൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ബറാബാസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയായിരുന്നു ചെയ്തത്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതായ വിശുദ്ധ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് യുക്തമെന്ന് തോന്നുന്നുവെങ്കിൽ യു ഹാവ് ടു പേ ദ മണി വിച്ച് യു ഹാവ് എഗ്രീഡ്. നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ തുക, ഞാൻ ചെയ്തു തരാമെന്ന് ഉദ്ദേശിക്കുന്ന പ്രവൃത്തി നിങ്ങൾക്ക് യുക്തമാകുന്നു എങ്കിൽ എൻ്റെ പണം തൂക്കിത്തരാൻ പറഞ്ഞു. ഈ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവൻ 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം യേശുവിനെ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശ് ആയിക്കൂടായിരുന്നോ, അല്ലെങ്കിൽ 40 ആയിക്കൂടായിരുന്നോ, 45 ആയിക്കൂടാ എന്നൊരു സംശയം നമുക്കുണ്ടാവും. അത് 35 ആയിക്കൂടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും?
അത് ഒരിക്കലും 35 ആയിക്കൂടാ. ഹി വെയ്ഡ് ദ മണി ഇൻ ദ ബാലൻസ്, അതിൽ തൂക്കി തന്നിരിക്കുന്നതാണ്. അതാണ് 30 വെള്ളിക്കാശ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിൽ യൗസേപ്പിനെ 20 വെള്ളിക്കാശിന് വിറ്റതായിട്ട്, അടിമയായിട്ട് വിറ്റതായിട്ട് പറയുന്നുണ്ട്. അവിടെ എന്താണ് 20 വെള്ളിക്കാശ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു യങ്ങായിട്ടുള്ള പ്രായപൂർത്തി ആകാത്തതായിട്ടുള്ള, അല്ലെങ്കിൽ 15 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ളതായ ഒരു അടിമയെ വിൽക്കുമ്പോൾ കൊടുക്കേണ്ടതായ തുക 20 വെള്ളിക്കാശായിരുന്നു. ആ കാരണത്താലാണ് യൗസഫിന് ഹീസ് നോട്ട് എ മച്ചുവർഡ് മാൻ, ഹീസ് എ യങ് മാൻ, സോ ദാറ്റ് ഹിസ് വാല്യൂ ഈസ് ഫോർ എ സ്ലേവ് ഈസ് ഓൺലി ഫോർ 20 ശേക്കൽ. ആ 20 ശേക്കലാണ്. അതുകൊണ്ടാണ് യോസഫിന് 20 വെള്ളിക്കാശിന് കൊടുത്തത്. When Jesus is a matured man, his value, a matured man's value ആണ് 30 വെള്ളിക്കാശ്. ആ വെള്ളിക്കാശിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഇടുന്നത് ദ പ്യുവറസ്റ്റ് കോയിൻ ആയിരിക്കണം, വെള്ളിയുടെ പ്യുവറസ്റ്റ് കോയിൻ ആയിരിക്കണം. റോമ സാമ്രാജ്യത്തിൽ പ്രിന്റ് ചെയ്തിരുന്നതായ കോയിന് 84 to 90% പ്യൂരിറ്റിയേ ഉള്ളൂ. ടയർ രാജ്യത്ത്, അതായത് ടയർ ദേശത്തു നിന്നായിരുന്നു യെരുശലേം ദേവാലയത്തിലേക്ക് വളരെയധികം തേക്കും മറ്റ് സാധനങ്ങളും തടികളും എല്ലാം കൊണ്ടുവന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ടയർ ദേശത്തെ കോയിനായിരുന്നു ദ പ്യുവറസ്റ്റ് കോയിൻ എവർ മെയ്ഡ് ഇൻ ദ വേൾഡ്. അത് 94% ആയിരുന്നു. ഭണ്ഡാരത്തിൽ ഇടുന്ന കോയിൻ ദ പ്യുവറസ്റ്റ് കോയിൻ ആയിരിക്കണം. ദാറ്റ് ഇസ് വൈ ഹി ഹാസ് സെലക്ടഡ്. അതുകൊണ്ടാണ് സക്കറിയാവ് പറഞ്ഞത് 30 വെള്ളിക്കാശിനെ പറ്റി പറഞ്ഞത്. അവിടെ ചിന്തിക്കുവാനുള്ളത്, ഈ 30 വെള്ളിക്കാശ് ഇംഗ്ലീഷ് വേർഷനകത്ത് ഹി ത്രോ ഇൻ ദ ടെമ്പിൾ എന്നാണ്. ഹി ത്രൂ ഇൻ ദ ടെമ്പിൾ, ദേവാലയത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഞാനത് ചിന്തിച്ച അവസരത്തിൽ അവൻ ആരുടെയും കൈ കൊടുക്കുകയോ എവിടെയെങ്കിലും വയ്ക്കുകയോ ചെയ്യാമായിരുന്നല്ലോ. അത് അവന് വയ്ക്കുവാൻ സ്ഥലമില്ല. കാരണം ദേവാലയത്തിൽ 12 നേർച്ചപ്പെട്ടികൾ വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്, പള്ളിക്കകത്ത്, ദേവാലയത്തിനകത്ത്. അതിന് ഓരോന്നിൻ്റെയും പുറത്ത് ഏത് ആവശ്യത്തിനാണ് നിങ്ങൾ നേർച്ചയിടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ഹനനയാഗം, ഹോമയാഗം, പാപയാഗം, വിറക് യാഗം, ഇങ്ങനെയുള്ള ഓരോ യാഗത്തിന് വേണ്ടിയുള്ള സ്പെസിഫൈഡ് ഈ നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലൊന്നും ഇടാൻ പറ്റുന്നില്ല. ബറാബാസിൻ്റെ കയ്യിലിരിക്കുന്ന മണി ഈസ് എ ബ്രൈബറി മണിയാണ്. ദർ ഇസ് നോ പ്ലേസ് ടു പുട്ട് ബ്രൈബറി മണി, അതായത് കൈക്കൂലിയുടെ പൈസ ഇടുന്ന ഒരു സ്ഥലം അവിടെ ഇല്ല. സോ ഹി വാസ് ഫോഴ്സ്ഡ് ടു ത്രോ ഇറ്റ് ഇൻ ദ ടെമ്പിൾ. അതുകൊണ്ടാണ് അവനത് വലിച്ചെറിഞ്ഞത്. ഈ 30 വെള്ളിക്കാശിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഈ 30 വെള്ളിക്കാശ് തന്നെ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ആ ഭാഗം ഒന്ന് വായിക്കണം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഉണ്ടെടുത്ത് വായിച്ചാൽ. പുറപ്പാട് പുസ്തകം എന്താണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ഈ 30 വെള്ളിക്കാശിൻ്റെ വാല്യൂ എന്തിനു വേണ്ടിയാണ് ഈ 30 വെള്ളിക്കാശ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതിൻ്റെ മാംസം തിന്നരുത്. കാളയുടെ ഉടമസ്ഥനോ കുറ്റമില്ലാത്തവൻ. എന്നാൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും ഉടമസ്ഥൻ അത് അറിഞ്ഞുമിരിക്കെ അവൻ അതിനെ സൂക്ഷിക്കായികൊണ്ട് അതൊരു പുരുഷനെയോ സ്ത്രീയെയോ കൊന്നുകളഞ്ഞാൽ ആ കാളയെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതിൻ്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം. ഉദ്ധാരണ ദ്രവ്യം അവൻ്റെ മേൽ ചുമത്തിയാൽ തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ മേൽ ചുമത്തിയതൊക്കെയും അവൻ കൊടുക്കണം. അത് ഒരു ബാലനെ കുത്തിയാലും ഒരു ബാലയെ കുത്തിയാലും ഈ ന്യായപ്രകാരം അവനോട് ചെയ്യണം.
കാള ഒരു ദാസനെയോ ദാസിയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് 30 ശെക്കേൽ വെള്ളി കൊടുക്കണം. കാളയെ കൊന്നുകളയുകയും വേണം. എന്തിനു വേണ്ടിയാണ് ഈ 30 കാശ് വെച്ചിരിക്കുന്നത്? ഒരു അടിമ, ഒരു യജമാനൻ്റെ കാളയെ ഒരു അടിമയായ ഒരു സ്ത്രീയോ പുരുഷനെയോ കുത്തിക്കൊന്നാൽ അവൻ്റെ ശവം അടക്കാൻ ആരുമില്ല. അടിമയുടെ വീട്ടുകാരന് യവൻ കൊടുക്കേണ്ടുന്ന തുകയാണ് 30 വെള്ളിക്കാശ്. യേശു നമുക്ക് വേണ്ടി അടിമയായി തീർന്നവനാണ്. അവൻ്റെ കൂട്ടത്തിൽ അവനെ അടക്കാൻ ആരുമില്ല. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പോയി. അവന് വിൽക്കുവാനുണ്ടായിരുന്ന ഒന്നുമില്ല. അവൻ്റെ അങ്കി ചീട്ടിട്ടെടുത്തു. അവന് വിറ്റ് കാശാക്കാൻ നോക്കുന്നത് ഒന്നും അവൻ്റെ കയ്യിലില്ല. അവന് വിറ്റ് കാശാക്കാൻ നോക്കുന്നത് ഏക സാധനം അവൻ്റെ ബ്ലഡായിരുന്നു. യേശുവിൻ്റെ ബ്ലഡ് വിറ്റ് 30 വെള്ളിക്കാശ് വാങ്ങി. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണത്? ഒരു വലിയ പ്രവചനമാണ്. ആ 30 വെള്ളിക്കാശ് ദൈവം നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത തുകയാണത്. ഈ വിശുദ്ധ വേദഭാഗം വായിക്കുന്ന അവസരത്തിൽ ആ സ്ഥലം ഏതാണെന്ന് നമ്മൾ പറഞ്ഞ് അതിന് അക്കൽദാമ അല്ലെങ്കിൽ രക്തനിലം എന്ന് അതിന് പേരായി. ആവർത്തന പുസ്തകത്തിൻ്റെ 2 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ ഭാഗങ്ങളിലെ ചില സൂചനകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ ഇപ്പം സമയമില്ല. എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ, ഈ 30 വെള്ളിക്കാശ് എടുത്തിട്ട് ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഇനി അത് ഉപയോഗിക്കേണ്ടതെന്ന് പുരോഹിതന്മാർ കൂടി ആലോചിച്ചു. അപ്പോൾ അത് ഒരു നിലം വാങ്ങാം എന്ന് നിശ്ചയിച്ചു. ആ നിലത്തിൻ്റെ പേരാണ് രക്തനിലം. കുശവന്റെ നിലം എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തിന് പ്രത്യേക വേറൊരു പേരുണ്ട്. ദ ബ്ലഡ് ഓഫ് ഇന്നസെൻ്റ് എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഗഹന്ന എന്ന് പറയുന്ന സ്ഥലം അവിടെ എഴുതിയിട്ടുണ്ട്, വേറെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഈ കുശവന്റെ നിലത്തെ പറ്റി യെരമ്യാ പുസ്തകം 18-ാം അധ്യായത്തിൽ നിങ്ങൾ വരുവിൻ, കുശവന്റെ നിലത്തേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ഭാഗം എടുത്തു വയ്ക്കണം, അത് വായിക്കേണ്ടതാണ്. യെരമ്യാ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ എടുത്തു വയ്ക്കണം. ഈ സ്ഥലം എവിടെയായിരുന്നു? ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഈ ദേവാലയത്തിൻ്റെ 1 മൈൽ സർക്കംഫറൻസിനകത്ത് കോഴിയെ വളർത്താൻ പാടില്ലായിരുന്നു. കാരണം കോഴിയെ, താറാവിനെ, അങ്ങനെയുള്ള ജീവികളൊന്നും വളർത്താൻ പാടില്ല. അത് ദേവാലയം അശുദ്ധമായി പോകും. രണ്ടാമത്, അന്യനെയോ പരദേശിയോ ഉടമസ്ഥരില്ലാത്ത ജഡമോ യെരുശലേമിൽ വീണു കഴിഞ്ഞാൽ അവരെ അടക്കുവാൻ യെരുശലേം ദേവാലയത്തിൻ്റെ 1 മൈൽ ചുറ്റളവിനകത്ത് അവരെ അടക്കാൻ പാടില്ലായിരുന്നു. അവരെ അടക്കേണ്ട സ്ഥലം ഈ രക്തനില അല്ലെങ്കിൽ വാങ്ങിക്കുന്നതിന് മുമ്പ്, യേശുവിൻ്റെ പണം കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പേ ആ സ്ഥലം പ്രത്യേകമായിട്ട് വാങ്ങിച്ചിട്ടിരുന്നു. ഇനി ആ ഭാഗം വായിക്കാൻ മനസ്സിലാവും. ഈ പോട്ടേഴ്സ് ലാൻഡ് എന്ന് പറയുന്നത്, കുശവന്റെ നിലവെന്ന് പറയുന്നത്, ദ പ്യുവറസ്റ്റ് ക്ലേ എവർ മെയ്ഡ് ഇൻ ദ വേൾഡ്, ദ ഹോൾ വേൾഡ്, ദ പ്യുവറസ്റ്റ് ക്ലേ കിട്ടിയിരുന്ന സ്ഥലം ഈ യെരുശലേമിനടുത്തുള്ള ഈ ബ്ലഡ് ഓഫ് ഇന്നസെൻ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. അക്കൽദാമ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ആഹാസ് തൻ്റെ യുദ്ധം ജയിച്ചു വന്നതിന് ശേഷം തൻ്റെ മക്കളെ ബലിയർപ്പിച്ച സ്ഥലമാണ്. അതിനെ ഗിഹന്ന എന്ന് പറയുന്ന സ്ഥലമാണ്. ബ്ലഡ് മണി എന്നുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് അത് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്നും ഈ ക്ലേ ഇങ്ങനെ ഊറ്റിയെടുത്ത കാരണത്താൽ ആ കുശവൻ്റെ നിലത്ത് അത് മറ്റൊരു ഉപയോഗത്തിന് കൊള്ളുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ അഗ്രികൾച്ചർ ലാൻഡ് അല്ല, വേറൊരു ബിസിനസ്സിന് കൊള്ളുകയില്ല. കാരണം ഇതിനകത്ത് നിന്ന് ക്ലേ ഇങ്ങനെ മാന്തിയെടുത്ത് ഇറ്റ് ബിക്കെയിം എ വെരി ബിഗ് ഹോൾ ആയിട്ടിരിക്കുക. എല്ലായിടത്തും ട്രെഞ്ചായിട്ടും ഹോളായിട്ടിരിക്കുന്ന സ്ഥലമാണത്.
ഈ ട്രെഞ്ചായിട്ടും ഹോളായിട്ടും ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കല്ലറ പണിതിന് വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് ഈസി ടു പുട്ട് എ ഡെഡ് ബോഡി ഇൻ ടു ദ ഹോൾ. വളരെ ഈസി ആയിട്ട് കൊണ്ടുവയ്ക്കാം അകത്തോട്ട്, ആ ഹോൾ, ആ ഗുഹയ്ക്കകത്തോട്ട് കൊണ്ടുവയ്ക്കാം. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ മൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മൈൻസിൽ നിന്നും ഓർ എടുക്കുന്നത് തുരന്നാണ് എടുക്കുന്നത്. അതുപോലെയാണ് ഈ കുശവൻ്റെ നിലത്തു നിന്നും വേൾഡിലെ ഏറ്റവും പ്യൂറസ്റ്റ് ബെസ്റ്റ് ക്ലേ അവിടെ നിന്ന് എടുത്തിരുന്നുകൊണ്ട് ആ സ്ഥലം മുഴുവൻ ഇങ്ങനെ ഗുഹകൾ പോലെ ചെറിയ ചെറിയ ട്രെഞ്ചുകളായി കിടക്കുകയായിരുന്നു. സോ ദർ ഇസ് നോ അതർ പർപ്പസ് അതർ ദാൻ എ ബെറിയൽ പ്ലേസ്. അപ്പോൾ ദിസ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. ദിസ് ഇസ് എക്സാക്ട് മോഡൽ ഓഫ് ദാറ്റ് വേർ ദേ ഹാവ് ടു ബി ബെറീഡ്. അപ്പോൾ ഇവരെ യെരുശലേം ദേവാലയത്തിൻ്റെ 1 മൈൽ ചുറ്റളവിനകത്ത് അടക്കാൻ പാടില്ലാത്ത കാരണത്താൽ അവരെ കൂടെ അടക്കാനുള്ള ഉള്ള സ്ഥലം യെരുശലേം ദേവാലയത്തിൻ്റെ 1 മൈൽ ചുറ്റളവിനകത്തുള്ള സ്ഥലത്ത് യേശു തമ്പുരാൻ തൻ്റെ ബ്ലഡ് മണി കൊടുത്തിട്ട്, തൻ്റെ ബ്ലഡ് കൊടുത്ത് വാങ്ങിയ വിലയായ 30 വെള്ളിക്കാശ് കൊടുത്തിട്ട് ആ സ്ഥലവും കൂടി വാങ്ങി അന്യനെയും പരദേശിയും അനാഥരെയും നമ്മെയും ആ സ്വർഗീയ കനാൻ ദേശത്തെ ദേവാലയത്തിൻ്റെ പ്രിമിസസിനകത്ത് അടക്കാൻ ഹി മേഡ് ദി ഗ്രേറ്റസ്റ്റ് ടാസ്ക് എവർ ഡൺ ഫോർ അസ്. നമുക്ക് വേണ്ടി ചെയ്ത തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ദ പീനക്കിൾ ഓഫ് ഹിസ് സവറിങ്, അവൻ്റെ ബാക്കിയുണ്ടായിരുന്ന ബ്ലഡും അവൻ ഊറ്റിക്കൊടുത്തു. ആ സ്ഥലം ആരുടെയാണെന്ന് ഒന്ന് വായിച്ചാട്ടം. ആ സ്ഥലം നേരത്തെ റിസർവ് ചെയ്തിരിക്കുന്നുവെന്ന് യെരമ്യാ പുസ്തകം 32-ാം അധ്യായം നിങ്ങളത് വായിച്ചു നോക്കണം. യെരമ്യാ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യം അടുത്തത്. 8 യഹോവ അരുളി ചെയ്തതുപോലെ എൻ്റെ ഇളയപ്പൻ്റെ മകൻ ഹനമേൽ കാവൽപ്പുരപ്പെട്ടത് എൻ്റെ അടുക്കൽ വന്നു. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ എൻ്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പും നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പൻ്റെ മകൻ ഹനമേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശെക്കേൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പൻ്റെ മകനായ ഹനമേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപ്പുരമുറ്റത്ത് ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണുകെ ആധാരം മഹസിയാവിൻ്റെ മകനായ നെര്യാവിൻ്റെ മകൻ ബാരൂക്കിൻ്റെ പക്കൽ കൊടുത്തു. So, how wonderfully the burial places already made this verdict ഉണ്ടാക്കിയതിന് ശേഷം, ആധാരം ഉണ്ടാക്കിയ ശേഷം 17 ശേക്കൽ വില കൊടുത്ത് വാങ്ങി. ആർക്കാണ്? നിന്റെ ഇളയപ്പനായ ഹനാമേൽ നിന്റെ അടുക്കൽ വരും. ഈ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. യെരമ്യാ പ്രവാചകന് ദൈവ അരുളപ്പാട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അനാഥോത്തിലെ യഹൂദ്യയിലുള്ള അനാഥോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് കുറേ സ്ഥലം കിടപ്പുണ്ട്. അത് ഞാൻ വിൽക്കുവാൻ തുടങ്ങുകയാണ്. അത് നീയാണ് റെഡീമർ. യു ആർ ദ റെഡീമർ. യു ആർ ദ പേഴ്സൺ ഹു ഈസ് റിയലി കേപ്പബിൾ ആൻഡ് ഈസ് ലയബിൾ ടു ഗെറ്റ് ഇറ്റ്. അത് നിങ്ങൾ വാങ്ങാനും നിനക്ക് പ്രാപ്തിയുള്ളവരും. അതുകൊണ്ട് നിന്റെ ഇളയപ്പനായ അനാമേലിൻ്റെ സ്ഥലം വിൽക്കുവാൻ പോകുന്നതുകൊണ്ട് നീ അത് വിലയ്ക്ക് വാങ്ങണം. അത് എത്ര ശേഖലിന്? 17 ശേഖലിന് വിലയ്ക്ക് വാങ്ങി. വാങ്ങിച്ചിട്ട് ചുമ്മാ ഇട്ടിരിക്കല്ലായിരുന്നു, അവനത് ആധാരം രജിസ്റ്റർ ചെയ്തു. പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കി. സോ ഹൗ ഗ്രേറ്റ്ഫുൾ ഇറ്റ് ഈസ്. നമ്മളെ അടക്കാനുള്ള സ്ഥലം അവൻ വില കൊടുത്ത് വാങ്ങി. അവനതിന് ആധാരം ഉണ്ടാക്കി, പ്രമാണമുണ്ടാക്കി. അത് ചുമ്മാ വെച്ചിരിക്കാനോ? അത് രജിസ്റ്റർ ചെയ്ത്
സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ച് അവനത് ഏൽപ്പിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. See, there is no parallel in the history for anywhere. ഒരിക്കലും ഇല്ലാത്ത അവസ്ഥ. ഈ ദേവാലയത്തിൻ്റെ പ്രമിസസിൽ എന്നെയും അടക്കാൻ അവന് ബാക്കിയുണ്ടായിരുന്ന ബ്ലഡ് മണി അവൻ ഊറ്റിക്കൊടുത്തതിന് ശേഷം അവിടെ ആ പ്രമിസസിൽ എനിക്കും അവകാശവും ഓഹരിയും അവൻ തന്നിട്ടാണ് പോയത്. ഈ 30 വെള്ളിക്കാശാണ് പ്രിയമുള്ളവരെ നമ്മളെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഇതാ ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത ദേശം നിങ്ങൾ വന്ന് അവകാശികളാക്കിക്കൊള്ളുവാനുള്ള പ്രോമിസ് തന്നിരിക്കുന്നത് അവിടെയാണ്. ഞാനെൻ്റെ ഒന്നാമത്തെ ഭാഗം വിടുകയാണ്. രണ്ടാമതായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 61-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 61-ാമത്തെ വാക്യം കുറച്ച് വായിച്ചാൽ. നമ്മുടെ ഒന്നാമത്തെ ഭാഗം നമ്മൾ എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു ആ 30 വെള്ളിക്കാശ് കൊണ്ട് ഉദ്ദേശിച്ചത്. ലൂക്കിൻ്റെ 22-ാമത്തെ 61-ാമത്തെ ഭാഗം. അപ്പോൾ കർത്താവ് തിരിഞ്ഞു പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അപ്പോൾ കർത്താവ് അവിടെ എന്താ സംഭവിക്കുന്നത്? പൈലറ്റ് ഈസ് ഓൺ ദ ഹോനീസ് ജഡ്ജ്മെന്റ് സീറ്റ്. അവിടെ വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ യേശുവിനെ ത്യജിച്ചു പറയാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. അതിൻ്റെ മൂന്നാമത്തെ ത്യജിക്കൽ, ദ തേർഡ് ഡിനയൽ ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്. അവൻ്റെ ശിഷ്യന്മാരെല്ലാം ഒന്നൊന്നായി മാറ്റി പറഞ്ഞു, അറിയത്തില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന്. 33 വർഷം കൂടെ നടത്തിയവരാണ്. നമ്മുടെ കൂട്ടത്തിൽ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മളെ പോറ്റി വളർത്തിയ അപ്പനെയും അമ്മയും ഈ ലാസ്റ്റ് സമയത്ത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്. മൂത്ത മകൻ തൻ്റെ സകല സുഖസൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് തൻ്റെ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിനും തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിനുമായി എത്രയോ ഭവനങ്ങളിലെ മൂത്ത സഹോദരൻ എല്ലാം പ്രാപ്തിയാക്കിയതിന് ശേഷം അനിയന്മാരോ സിസ്റ്റേഴ്സോ അവനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഇവിടെ വിഷയം ജീസസ് ലുക്ക്ഡ് അറ്റ് വെരി പെനിട്രേറ്റിംഗ് വേ, ചെറുതായിട്ടല്ല, ഇൻ എ വെരി പെനിട്രേറ്റിംഗ് വേ ജീസസ് ലുക്ക്ഡ് അറ്റ് പീറ്റർ. ആ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഗീവ് വിതിൻ 5 pages ഓഫ് എസ്സൈസ്. 5 പേജ് എഴുതിയാലും ആ നോട്ടത്തിനകത്ത് മെസ്സേജ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു കൺവേ യു. മൈ വൊക്കാബുലറി ഈസ് അൺഎബിൾ ടു കൺവേ ദ മെസ്സേജ് ടു യു. എന്താണ് പത്രോസിനോട് പറഞ്ഞാൽ ഒരക്ഷരം പോലും സംസാരിക്കാത്ത വലിയൊരു എസ്സേ. പത്രോസ് യേശു തിരിഞ്ഞ് നോക്കി. ആ ചാപ്റ്റർ അവിടെ തീരുകയാണ് യേശുവിൻ്റെത്. എന്താണ് ആ നോട്ടത്തിനകത്ത് പത്രോസ് ആലോചിച്ചു? എന്താണ്? കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തത്, നീ ഏതൊരു ആപത്തിലും നിന്നോടുകൂടെ ഇരിക്കുമെന്നും നിന്നോടുകൂടി മരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ
നീ അല്ലയോ എന്നെ ഇപ്പോൾ ഉപേക്ഷിച്ചത്. ആ നോട്ടത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റാണ്. നിന്റെ അടുക്കൽ ഞാൻ എൻ്റെ സഭയെ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ബലം ജയിക്കുകയില്ല. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും താക്കോലുകൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നീ കെട്ടുന്നതൊക്കെയും കെട്ടപ്പെട്ടും അഴിക്കുന്നതൊക്കെ അഴിയപ്പെടും എന്ന് പറയുന്ന ദ പ്രോമിസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ റിയൽ ചർച്ച് നിന്നെ ഏൽപ്പിച്ചപ്പോൾ നീ അത് നഷ്ടപ്പെടുത്തിയവനല്ലേ? സാത്താൻ നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മുറത്തിലിട്ട് പാറ്റിയപ്പോൾ ഞാൻ അവനെ അടിച്ചു കളഞ്ഞില്ലേ? നീ വെള്ളത്തിൽ വീണ് അടിയിലേക്ക് താണുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ പടകിൽ നിന്നും വെള്ളത്തിൽ ചാടി നിന്നെ കാലിൽ പൊക്കി ഞാൻ ഉയർത്തിയത് നീ മറന്നുപോയോ? ആലോചിച്ച് നോക്കി. നമ്മൾ മറന്നിട്ടുള്ള സന്ദർഭങ്ങൾ ഓർത്തെ, യേശുവിനെ നമ്മൾ മറന്നിട്ടുള്ള സന്ദർഭങ്ങൾ ഓർത്തെ. ഏതെല്ലാം പട്ടിണിയുടെ സമയങ്ങളിൽ അവ എന്നെ ഉയർത്തി. എന്നിട്ടും യേശുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവത്തെ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെല്ലാം കടബാധ്യതകൾ, നയാ പൈസയുടെ പ്രാപ്തിയില്ലാത്ത കാലത്ത്, ആഹാരത്തിന് വഴിയില്ലാത്ത കാലത്ത്, പട്ടിണിയുടെ കാലത്ത് ശ്രേഷ്ഠയുടെ അനുഭവത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നത് നീ മറന്നുപോയോ? അവരൊരു ആലോചിച്ചാൽ മതി. ശിഷ്യന്മാരിൽ മുമ്പനായിരുന്നവൻ എല്ലാവരിലും പിമ്പനാകുവാൻ തക്കവണ്ണം നിന്റെ ഈ തള്ളിപ്പറച്ചിൽ ഇടയായില്ലേ? ഇന്ന് വരെ നീ ആരായിരുന്നു? യു ആർ ദ പ്രൈമറി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ in the disciples of Jesus Christ, that you became the last and the poorest one. അവസാനത്തിലേക്ക് തള്ളിക്കളഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഒരു വാക്ക് മതി പ്രിയമുള്ളവരെ. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതിയിൽ നിന്നും we will be nullified within one word. നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ പിശകായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കെട്ടിപ്പടുത്ത സകല സൗഭാഗ്യങ്ങളുടെയും സകല ശ്രേഷ്ഠതയുടെയും സകല സൽപ്പേരുകളുടെയും കഴുത്തിൽ കോടാലി വയ്ക്കുന്നത്. ഒരു ചെറിയ ഇൻസിഡൻറ്റ് മതി. അങ്ങനെയാണ് ചരിത്രത്തിലെ അനേക ശ്രേഷ്ഠത അനുഭവത്തിൽ നിന്നും തെറ്റിത്താഴെ വീണ് പോയത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ലേ നീ ഉപേക്ഷിച്ചത്? അന്നത്തെ അധ്വാനത്തിനായി നീ വലവിരിച്ച് പോകുമ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിനക്കൊന്നും കിട്ടാതെ വന്നപ്പോൾ നീ ഓർത്തു കാണും, നിന്റെ ഭവനത്തിലെ ഭാര്യ പട്ടിണിയിരിക്കുന്നു, നിന്റെ ഭവനത്തിലെ മക്കൾ പട്ടിണിയിരിക്കുന്നു. ഞാൻ കൊണ്ടുപോകുന്നതായ മീൻ വിറ്റ് വേണം അവർക്ക് ആഹാരം ഉണ്ടാക്കുവാൻ. വെളുപ്പിലെ ഇവരെയും വലവീശിയിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ നീ കരഞ്ഞില്ലേ? നീ വല കൈ കൊണ്ടിരിക്കുവാണ് വീട്ടിലേക്ക് പോവാൻ. ആ വലയ്ക്കകത്ത് നിന്റെ കണ്ണുനീര് വീണു. അപ്പോൾ എന്ത് ചെയ്തു? പടകിന്റെ വലത്തുവശത്തെ വല വീശിയപ്പോൾ നിന്റെ പ്രാപ്തിക്കപ്പുറമായി, ഇറ്റ് ഈസ് ബിയോണ്ട് യുവർ കപ്പാസിറ്റി, ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻ, ദാറ്റ് എല്ലാം നിനക്ക് നിറച്ചു തന്നില്ലേ? അവനെ അല്ലേ നീ ഉപേക്ഷിച്ചത്? വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പാവപ്പെട്ട മുക്കുവൻ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ ഒട്ടിയ വേറുമായിട്ട് നിൽക്കുന്ന അവൻ സ്വപ്നം കണ്ടു. ഇനി എങ്ങനെയാണ് പോകുന്നത്? there is no other way, he has to get it something. എന്ത് ചെയ്യണം? അവനെ വല നിറച്ച് കൊടുക്കണം. അവന് വല നിറച്ച് കൊടുക്കുവാൻ തക്കവണ്ണം 153 വിവിധ തരങ്ങളുള്ള മത്സ്യം കൊണ്ട് നിന്റെ വല നിറച്ചില്ലേ? അവനെയല്ലേ നീ കളഞ്ഞത്? ദേവാലയത്തിൽ നീ പോയില്ലേ ഒരിക്കൽ? ഞാനും നീ കൂടെ കപ്പർന്നഹൂമിലെ ദേവാലയത്തിൽ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് അവിടെ തലവരി വാങ്ങുന്ന ഈ പിരിവ് വാങ്ങുന്ന ഒരുവൻ നിന്നോടൊരു സംവാദം നടത്തി. നിന്റെ ഗുരു കപ്പം കൊടുക്കുന്നില്ലയോ, ടാക്സ് കൊടുക്കുന്നില്ലയോ? റോമൻ നിയമം അനുസരിച്ച് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും. പത്രോസ് യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, നാഥാ
ഒന്നും കൊടുക്കുവാനില്ല. അവൻ്റെ കയ്യിൽ കാശില്ല, മടിശീലയില്ല, പണമില്ല, പൊക്കണമില്ല, ചെക്കില്ല, ഒന്നുമില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്? ഒന്നുമില്ലായ്മയുടെ ഭണ്ഡാരം. See, there is a big statement Vivekananda has made. I have nothing to offer to my God except my sin and my weakness. Oh Lord, I don't have anything to offer you except my sin and my weakness. എൻ്റെ നിനക്ക് തരാനുള്ള എൻ്റെ ഭണ്ഡാരത്തിൽ എനിക്കുള്ളത് എൻ്റെ വീക്ക്നെസ്സും എൻ്റെ പാപത്തിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ. See, അതിൻ്റെ കൂടെ വിവേകാനന്ദ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. If you would have been living at that time, at the present time, I would have plucked out my heart for you. ഞാൻ നിനക്ക് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നവനായിരുന്നെങ്കിൽ I would have been in a position to pluck out my heart for you. അവൻ്റെ അടുത്താണ് യേശു നോക്കുന്നത്. മത്സ്യം പോലും പിടിക്കാൻ നീ ശ്രേഷ്ഠനായ എക്സ്പെർട്ടായിട്ട് നിന്നെ മനുഷ്യനെ പിടിപ്പിക്കുന്നവനായി ഞാൻ നിന്നെ മാറ്റിയത് നീ മറന്നുപോയോ എന്ന് അവൻ വീണ്ടും അനുവർത്തിക്കുന്നു. ഇത്രയും സംഭവങ്ങൾ ആ ഒറ്റ നോട്ടത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ആ നോട്ടം ഒരു ചെറിയ നോട്ടം ആയിരുന്നില്ല. ഇറ്റ് ഈസ് എക്സ്പ്ലോറിംഗ് ദ എൻറ്റയർ സിൻ ആസ്പെക്ട് ഓഫ് പീറ്റർ. ഇറ്റ് ഈസ് ടേക്കിംഗ് അപ്പ് the entire life, the personality of Peter. It is bringing out everything that is hidden. യേശുവിൻ്റെ മുമ്പിൽ സകലതും, യഹോവയുടെ മുമ്പിൽ സകലതും തുറന്നതും നഗ്നതുമായി, ഇറ്റ് ഈസ് നേക്കഡ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ, എവറിത്തിങ് എവരിവെയർ ഇൻ ദ വേൾഡ്. അവനെയാണ് വിളിച്ചു വെച്ചിട്ട് ഇത് പറഞ്ഞത്. സി, പത്രോസിനെ ഒറ്റ നോട്ടം നോക്കിയതിന് പകരം ഒരു നോട്ടം പത്രോസ് തിരിഞ്ഞു നോക്കി യേശുവിനെ ഇവിടെ വെച്ച് പത്രോസിനെ യേശു നോക്കിയപ്പോൾ പത്രോസ് ഒരു ദിവസം യേശുവിനെ റോമിൽ വെച്ച് തിരിഞ്ഞു നോക്കി. പത്രോസും പൗലോസും കൂടി റോമിലെ സുവിശേഷ വേലയ്ക്ക് പോയി. ഭൂമിയുടെ ഉപരിതലത്തിൽ ക്രിസ്ത്യാനിയെ പറ്റി ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല, റോമൻ പീഡയാണ്. അങ്ങനെ കുറച്ചു നാൾ റോമിൽ സുവിശേഷം അറിയിച്ചതിന് ശേഷം റോമിലെ സുവിശേഷപ്പെട്ട മിഷൻ വർക്ക് it is impossible to continue the mission work in Rome. So that Peter and Paul taken a decision that we have to go back to Jerusalem. ഞങ്ങൾ ഇവിടെ ഇനി സുവിശേഷം അറിയിക്കാൻ സമയം സാധിക്കുന്നില്ല. So that we had to stop the service here, we had to go back to Jerusalem. ജെറുസലേമിലേക്ക് പോകാൻ ഞങ്ങൾ നിശ്ചയിച്ചു. പത്രോസും പൗലോസും കൂടെ വെളുപ്പിലെ 4 മണിക്ക് അവരവരുടെ ഭാണ്ഡവും കെട്ടി പ്രകാശമില്ലാത്ത സമയത്ത് അരണ്ട വെളിച്ചത്തിൽ ജെറുസലേമിലേക്കുള്ള യാത്ര റോമിൽ തിരിക്കുകയാണ്. കുറേ ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ ആ ഇടവഴിയുടെ പുറകിൽ നിന്നുകൊണ്ട് യേശു അവനെ വിളിച്ചു, പത്രോസേ എന്ന് വിളിച്ചു. ഇവിടെ നേരത്തെ പത്രോസ് എന്നവൻ്റെ പേര് ചൊല്ലിയില്ല, നോക്കിയതേ ഉള്ളൂ. ഇവിടെ വെച്ച് പത്രോസിനെ അവൻ വിളിച്ചു, പത്രോസേ എന്ന് വിളിച്ചു. അത്ഭുതകരമായ യേശുവിൻ്റെ ശബ്ദം. ആൻഡ് ഹി റെക്കഗ്നൈസ് ദ സൗണ്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. See, നമ്മുടെ ജീവിതത്തിൽ when Jesus is calling, whether we will be in a position to recognize the sound of Jesus Christ in our life. പത്രോസ് തിരിച്ചറിഞ്ഞു. എന്താണ്? പത്രോസ് തിരിഞ്ഞ് യേശുവിനെ ഒന്ന് നോക്കിയപ്പോൾ ആദ്യം പത്രോസിനോട് യേശു ഒന്നും പറഞ്ഞില്ല. The second time Jesus is giving a statement that, where are you going, Peter? And Peter replied, I am going to Jerusalem to do my service. It is difficult for me to continue my service here in Rome. So we have taken a decision that we are going to Jerusalem. അപ്പോൾ യേശു പറയാണ്, for what? ആ ക്വസ്റ്റ്യൻ ഒരു ഭയങ്കര ക്വസ്റ്റ്യനാണ്. മലയാളത്തിൽ പറയാം ഒന്നൊന്നര ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് യേശുവാണ് ഉത്തരം പറയുന്നത്. Are you going to Jerusalem to crucify me for the second time? ഒരു പ്രാവശ്യം ക്രൂശീകരണം നടത്തുകയാണ്.
അവിടെ. നീ യെരൂശലേമിലെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം റോമിലേക്ക് വന്നതിന് ശേഷം റോമിലെ ശുശ്രൂഷ കഴിഞ്ഞ് നിനക്കത് ഭാരമായി വന്നപ്പോൾ നീ റോം വിട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം, ആർ യു ഗോയിങ് ടു ജെറുസലേം ടു ക്രൂസിഫൈ ജീസസ്, ടു ക്രൂസിഫൈ മീ മൈസെൽഫ് ഫോർ ദ സെക്കൻഡ് ടൈം? രണ്ടാമത് നീ എന്നെ കുരിശിൽ തറയ്ക്കുന്നതിന് വേണ്ടിയാണോ നീ റോമിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്നത്? ആ വചനം കേട്ടതിന് ശേഷം പീറ്റർ ഹി റിട്ടേൺ ടു റോം. ബാക്കിയുള്ള തൻ്റെ സുവിശേഷ ദൗത്യങ്ങളെല്ലാം അവിടെ പൂർത്തീകരിച്ച് യേശുവിനെ കുരിശിൽ തറച്ചതുപോലെ തലകീഴായി അവനെ കുരിശിൽ തറച്ചു. യേശുവിനെ കുരിശിച്ചതിന് എതിരായിട്ട് അവൻ്റെ പാദം മുത്തി മരിക്കുന്നതിന് വേണ്ടി അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർധാര ഒഴുകിയതിൻ്റെ ചാല് സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലെ വാതിലിൽ അത് പിത്തളയ്ക്കകത്ത് ചെയ്തു വച്ചിരിക്കുന്നതാണ്. പോയി കണ്ടിട്ടുള്ളവർക്കാം ഈ രണ്ട് ഭാഗത്ത് നീർച്ചാലുകൾ കുഴിയായി ഫോം ചെയ്തിരിക്കുന്നതായിട്ട്. അവൻ കർത്താവിൻ്റെ കാലിൽ മുത്തുന്നതിന് വേണ്ടിയാണ്. അവൻ്റെ ലാസ്റ്റ് വിഷായിരുന്നു, ഐ ഹാവ് ടു ബി ക്രൂസിഫൈഡ് അപ്സൈഡ് ഡൗൺ, എന്നെ തലകീഴായിട്ട്. സോ ഐ ഹാവ് ടു കിസ് മൈ ലോർഡ്സ് ഫീറ്റ്. ഇത്രയും നാൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം, ദ ഡേയ്സ് ഓഫ് പാഷൻ വീക്ക്, ആൻഡ് ദിസ് ഈസ് exactly the Monday of the first day of the Passion Week, that this time we have to catch our Jesus Christ and burn down our head and surrender our heart to Him and kiss His feet. And it is open to you, and it is open to me also. So I am finishing the second part. So it will take much time to discuss all these things. See, മൂന്നാമത്തെ എൻ്റെ പാർട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 19. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാമത്തെ വാക്യം. വായിക്കാൻ ആർക്കില്ല? കുറച്ചൊന്ന് വായിച്ചാട്ടെ. Anybody? Sir, വായിക്കാം. Come and read it. Thank you, sir. Matthew chapter 27 verses 19. 19. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ചു. ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. താങ്ക് യു. See, we have to understand the situation and the circumstances. St. Matthew has written this passage. It's a very visible example on it. So, the things are going on. എന്താ സംഭവിക്കുന്നത്? പീലാത്തോസ് സിംഹാസനത്തിൽ ന്യായസ്ഥാനത്തിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ഒരു കത്ത് ഒരു ആൾ വഴി, ദൂതൻ വഴി പീലാത്തോസിന് കൊടുത്തുവിടുന്ന ഭാഗമാണത്. ആ ഭാഗം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പാരമ്പര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഇസ് എൻ ഹിസ്റ്റോറിക്കൽ ഫാക്ട്. ദിസ് ഇസ് എ ട്രഡീഷണലായിട്ടുണ്ടായിരുന്നൊരു വിശ്വാസമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ കത്തിൻ്റെ 1-ാമത്തെ ഭാഗം മാത്രമേ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. ആ കത്തിൻ്റെ 2-ാമത്തെ ഭാഗം എന്തുവാണെന്നതിനെപ്പറ്റി ആർക്കും നല്ല പിടിയില്ലായിരുന്നു. അതൊരു പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. 2-ാമത്തെ ഭാഗം, ആ ലെറ്ററിൻ്റെ സെക്കൻഡ് ഖണ്ഡിക, the second paragraph of the letter given by Pilate's wife Claudia Procula. പൈലറ്റിൻ്റെ, പീലാത്തോസിൻ്റെ ഭാര്യയുടെ പേര് ക്ലോഡിയസ് CLAUDIS, PROCLA, Claudius Procula, sending a letter that should be handed over to Pilate, who is in the judgment seat. And he opened it and he read it, the first one. The second para is very important one.
രണ്ടാമത്തെ പാരയിൽ എഴുതിയിരിക്കുകയാണ്, യു ഡു നോട്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദ ഇന്നസെന്റ് ബ്ലഡ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ ഇന്നസെന്റ് ബ്ലഡ്. ആ നീതിമാന്റെ രക്തത്തിൽ നിനക്ക് പങ്കില്ല. എന്തുകൊണ്ട്? നീ അവനെ ക്രൂശി തരച്ചതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടായിക്കഴിഞ്ഞാൽ നീയും നിന്റെ തലമുറയും എക്കാലവും ശപിക്കപ്പെട്ടവനായിരിക്കും എന്നാ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ്, ആ സ്ത്രീ, ഈ സംഭവം നടക്കുന്നത് യേശുവിൻ്റെ ഫസ്റ്റ് ട്രയൽ രാത്രി നടക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് 3 AM. 3 മണിക്കാണ് ആ ട്രയൽ നടക്കുന്നത്. 3 മണിക്ക് ട്രയൽ നടക്കുമ്പോൾ യേശുവിൻ്റെ ട്രയൽ നടക്കുന്ന സമയത്ത്, ഇനിയും പറയുന്നൊരു കാര്യം ഞാൻ ഒരു ദിവസം പറഞ്ഞെങ്കിലേ തീരുള്ളൂ, അതിൻ്റെ വാക്ക് മാത്രം പറയാം. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് 2 കള്ളന്മാർ, നമ്മൾ ഇന്നുവരെ നമ്മൾ വേദപുസ്തകത്തിൽ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചത്തെ പാട്ടിനകത്ത് കള്ളന്മാരെന്ന് പറയുന്നു. നമുക്ക് വിത്തൗട്ട് ഹാവിങ് എനി പ്രൂഫ് ഇല്ലാതെയാണ് അവരെ കള്ളന്മാരെന്ന് പറഞ്ഞത്. ലേവ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2 സാക്ഷികളുടെ മൊഴി തൊണ്ടി സഹിതം സാധനങ്ങളില്ലാതെ ഒരാളിനെ കള്ളനെന്ന് മുദ്ര കൂട്ടാൻ പാടില്ല. നമ്മൾ 2000 വർഷം കൊണ്ട് ഈ യേശുവിൻ്റെ 2 സൈഡിലും കുരിശിത്തറച്ച 2 വ്യക്തികളെ നമ്മൾ പറഞ്ഞ് സംബോധന ചെയ്തത്, അവരെ ഡെസിഗ്നേറ്റ് ചെയ്തത് കള്ളന്മാരെ, തീഫ് എന്നാണ്. ആൻഡ് വാട്ട് ആക്ച്വലി ദ തെഫ്റ്റ് ദേ ഹാവ് മെയ്ഡ്, അവരെന്താണ് മോഷ്ടിച്ചത്. അങ്ങനെ പീലാത്തോസിൻ്റെ അരമനയിൽ പീലാത്തോസിൻ്റെ ഭടന്മാർ 2 കള്ളന്മാരെ, ഒരുത്തൻ്റെ പേര് ദിമോസ് എന്നും ഒരുത്തൻ്റെ പേര് ഡിസ്മോസ് എന്നുമാണ്. അവരുടെ ചരിത്രം കുറേ സമയം എടുക്കും പറയാൻ, അതിന് സമയമില്ല. അവരെ പീലാത്തോസിൻ്റെ അരമന, ഈ മോഷ്ടിക്കുന്ന മനുഷ്യൻ എന്നും മോഷ്ടിച്ചുകൊണ്ടിരിക്കും, പിടിക്കപ്പെടുന്നവരെ. അത് അവൻ്റെ ഹാബിറ്റാണ്. സീർട്ട് വലിക്കുന്ന മനുഷ്യന് സീർട്ട് വലിച്ചുകൊണ്ടിരിക്കും, മദ്യത്തിൻ്റെ അതൊരു ഹാബിറ്റാണ്. സോ ദിസ് വാസ് ഇറ്റ് ഈസ് എ ഹാബിച്വൽ ട്രേഡ് ഓഫ് ദ തീവ്സ്. അവരെ പീലാത്തോസിൻ്റെ അരമയിൽ ടാക്സ് പിരിച്ചു വെച്ചിരുന്നതായ 2 ചാക്ക് നാണയങ്ങൾ തൊണ്ടി സഹിതം റോമൻ പട്ടാളക്കാർ പിടിച്ചു. അതും പട്ടാളക്കാർ ഈ 2 ചാക്ക് നാണയവും 2 കള്ളന്മാരുമായിട്ട് പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴേക്കും 3-3:30 സമയമായി. അപ്പോൾ യേശുവിൻ്റെ ട്രയൽ സെക്കൻഡറി ആക്കി എടുത്തു. കാരണം പ്രൈമറി ട്രയൽ ഷുഡ് ബി ഡൺ ഫോർ ദിസ് തീഫ്. അവൻ എന്ത് ചെയ്തു? പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കയറ്റി മോഷ്ടിച്ചു. സോ അവൻ്റെ ട്രയൽ ഇനി നടക്കട്ടെ. യേശുവിൻ്റെ ഫോർ ദ ടൈം ബീങ് ഇറ്റ് ക്യാൻ ബി പെൻഡിങ്. അവനെ യേശുവിനെ മാറ്റി നിർത്തി ഈ 2 കള്ളന്മാരെ വിസ്തരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്ത അവസരത്തിൽ പീലാത്തോസ് നീതിപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ അരമനയിലേക്ക് പോയി. സാധാരണ ഒരു ജഡ്ജ് ഒരിക്കലും മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല. ഈ പീലാത്തോസിൻ്റെ ഭാര്യ പ്രോക്ല ഒരു യഹൂദ സ്ത്രീയായിരുന്നു. 5 തലമുറയ്ക്ക് മുമ്പേ ഒരു ഏദോമ്യ സ്ത്രീയായിരുന്നു. ഈ പീലാത്തോസ് ഏദോമ്യനാണ്. ഏദോമ്യ വംശത്തിൽപ്പെട്ട പ്രോക്കുള മതം മാറി യഹൂദ മതം സ്വീകരിച്ചപ്പോൾ പീലാത്തോസിന് ഈ ഭാര്യയുടെ മതത്തോടും ഭാര്യയോടും ഒരു അഫിനിറ്റി ഉണ്ടായി. ഈ ഇന്റർവൽ പീരീഡ് ഇൻ ബിറ്റ്വീൻ ദ ചേഞ്ചിങ് ദ 2 thieves and Jesus Christ, the primary important thing is first that we have to make the trial of the thieves. അപ്പോൾ ആ ഇന്ത്യൻ ടൈമിൽ പീറ്റർ ചെന്നിട്ട് ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നിന്റെ സമൂഹത്തിൽപ്പെട്ട നിന്റെ സമുദായത്തിൽപ്പെട്ട ഒരുവനെ ശിക്ഷാവിധിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പീലാത്തോസ് ഭാര്യയുടെ അടുത്ത് നിന്ന് പോയി. ബാക്കി സമയം 3:30 ശേഷമുള്ള 4:30 വരെയുള്ള സമയത്തിനകത്ത് ഈ സ്ത്രീ കിടന്നുറങ്ങി. ആ ഉറങ്ങിയ സമയത്താണ് സ്വപ്നത്തിൽ കണ്ടെന്നാണ് വേദപുസ്തകം എഴുതിക്കുന്നത്. അതിൻ്റെ സാഹചര്യം നമുക്കറിയത്തില്ലായിരുന്നു. ആ 3:30 മുതൽ 4:30 ഉള്ള സമയത്തിന് ഇവൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലാണ് 2ാമത്തെ കണ്ണിയ. ആ 2ാമത്തെ കണ്ണിയ എന്താണെന്ന് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ 2ാം കണ്ണികയിൽ എഴുതിയിട്ടുണ്ട്. പ്രോക്കുള സ്വപ്നം കണ്ട ആ സ്വപ്നം വിശുദ്ധ അത്താനിയാസോസ്
അറിയോസിന്റെ വേദവിവരത്തിന് ഖണ്ഡിച്ചുകൊണ്ട് AD 325 നിക്കോസ് നൈഷൻ ക്രീഡ് ഉണ്ടാക്കുന്നു. നൈഷൻ ക്രീഡ് ലോകത്തിലുള്ള ആകമാന സുന്നോദസോടുമാണ്. അത് ടർക്കിയിലാണ്, നൈഷ്യ എന്ന് പറയുന്ന സ്ഥലം. കോൺസ്റ്റന്റൈൻ ഹിംസെൽഫ് കോൾഡ് ആൻഡ് പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ്. നിക്കാ സുന്നോദോസിനെ വിളിച്ചുകൂട്ടിയതും നിക്കാ സുന്നോദോസിനെ പ്രിസൈഡ് ചെയ്തതും ഈ കോൺസ്റ്റന്റൈൻ ദ ഫസ്റ്റ് ആണ്. കോൺസ്റ്റന്റൈൻ രാജാവ് ലോകത്തിലുള്ള എല്ലാ പിതാക്കന്മാരെയും വിളിച്ചുകൂട്ടി അത്താനിയോസസ് അറിയോസിനെതിരായിട്ടുള്ള വേദവിപരീതത്തിന് ഉത്തരം കണ്ടെത്തി നൈഷ്യൻ ക്രീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് അത്താനിയോസസ് എഴുതി വച്ചിരുന്നതായ ഡ്രാഫ്റ്റ് യേശുക്രിസ്തു പീലാത്തോസ് യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം വന്നപ്പോൾ അവിടെ ലോകത്തുള്ള പിതാക്കന്മാരെല്ലാം കൂടെ കൂടി ആ നിക്കാ സുന്നോദോസിൽ എഴുന്നേറ്റ് നിന്ന് അത്താനാസ്യോസ് പറഞ്ഞു, നിങ്ങളെ കൂടിയിരിക്കുന്ന എല്ലാ പിതാക്കന്മാരും എഴുന്നേറ്റ് നിന്ന് കൈ ആകാശത്തിലേക്ക് ഉയർത്തി പീലാത്തോസും അവൻ്റെ കുടുംബവും യേശുവിൻ്റെ നിർദോഷിയായ രക്തത്തെ കുരിശിൽ തറച്ചിരിക്കുന്ന കൊന്നതിനാൽ നീയും നിന്റെ തലമുറയും ശപിക്കപ്പെട്ടവൻ, അങ്ങനെ 3 പ്രാവശ്യം പറയണം, ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്ന ഭാഗം ഇവൾ സ്വപ്നത്തിൽ കണ്ടു. ആലോചിച്ച് നോക്ക്. എന്നെഴുതിയിരിക്കുന്ന നൈഷൻ ക്രീഡ് സെക്കൻഡ് പാർട്ട്, ജീസസ് വാസ് ക്രൂസിഫൈഡ് ബൈ പൈലറ്റ്സ്. അത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ജഡ്ജ്മെന്റ് സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. ജഡ്ജ്മെന്റ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ യു ഹാവ് ടു വാഷ് യുവർ ഹാൻഡ്സ് ടു പ്രൂവ് ദാറ്റ് യു ആർ ഇന്നസെന്റ് ഓഫ് ദിസ് ജഡ്ജ്മെന്റ്. അങ്ങനെ പീലാത്തോസ് ജനങ്ങൾ കാണെ കൈ കഴുകി, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഐ എം നോട്ട് ഫൈൻഡിങ് എനി ഡിഫക്റ്റ്, നോ സിൻ, നത്തിങ്, ഒന്നും കാണുന്നില്ല, സോ ഐ എം വാഷിംഗ് മൈ ഹാൻഡ്. അതിനുശേഷം ആണ്, ഈ ഡ്രീം നടന്നതിന് ശേഷമാണ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് ചേഞ്ച് ചെയ്ത് എഴുതി. In the days of Pilate, Jesus made an historical person by changing that by Pilate, he replaced it. In the days of Pilate, Jesus was crucified എന്ന് ചേഞ്ച് ചെയ്തു. അതാണ് നമ്മളിത് വായിക്കുന്ന പ്രിയപ്പെട്ടവരെ. ആവർത്തന പുസ്തകം വായിച്ചു നോക്കുമ്പോൾ അവിടെ ദേശത്തെ അന്യാധീനമായ ഒരു ശവശരീരം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൊന്നവരാരാണെന്ന് അറിയത്തില്ല എങ്കിൽ ആ മൂപ്പന്മാരെല്ലാം കൂടി ഒന്നിച്ചുകൂടി ഒരു ആടിനെ കൊണ്ടുവന്ന് അവരുടെ അതിൻ്റെ തലയിൽ കൈവച്ച് ഈ കൊന്നവൻ്റെ എല്ലാം പാപം അവൻ്റെ മേളിരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ മേൽ കൈവച്ച് അവനെ ഒരു നദിയുടെ തീരത്തേക്ക് വിട്ടുകൊടുക്കണം. അവൻ മരുഭൂമിയിലേക്ക് അതിന് ശേഷം പോകും. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ കൈയാൽ ആവാഹിച്ച് അവൻ്റെ തലയിൽ ചുമത്തി ലംഘനങ്ങൾ മറിച്ചും പാപം ക്ഷമിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ സമയം അവസാനിക്കാറായി, എനിക്കിനി 5 മിനിറ്റ് ഇവിടെ കഷ്ടിച്ചുള്ളൂ. ഈ പീലാത്തോസിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ കൈ കഴുകാനായിട്ട് വന്നിട്ടുണ്ട്. പാപം നിറഞ്ഞിരിക്കുന്ന കൈകൾ കഴുകാൻ എത്ര കുമ്പസാര നടത്തിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റിൽ സ്മെല്ലിംഗ് ദ ബ്ലഡ്. ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന സ്റ്റോറിയിൽ, ഡ്രാമയിൽ ഇത്ര എഴുതിയിട്ടുണ്ട്. ലേഡി മാക്ബത്ത് ഇൻസ്റ്റിഗേറ്റഡ് ഡങ്കൻ. ഡങ്കൻ ദേശത്തെ ഭരണാധികാരിയാണ്. ഡങ്കൻ യുദ്ധം ജയിച്ച തൻ്റെ പടയാളികളിലായ ഒരുവൻ്റെ വീട്ടിലേക്ക് കടന്നു വരുവാണ്, അവരെ വലിയ സമ്മാനങ്ങൾ കൊടുത്ത് ആദരിക്കുവാൻ. ഈ അസൂയക്കാരിയായ ലേഡി മാക്ബത്ത് തൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ
തന്നെ കാണുമെന്ന് ഡങ്കനെ കൊല്ലുവാനുള്ള പദ്ധതി ഇട്ടു. കൊല്ലുന്നു കഴിഞ്ഞാൽ രാജ്യം നമുക്ക് കിട്ടും. Why compulsorily Macbeth instigated Macbeth to find out the plot to kill Duncan. She found out the plot to kill Duncan. Duncan മരിച്ചതിന് ശേഷം അവൻ വീട്ടിൽ പോയി അവളുടെ കയ്യിൽ പറ്റിയ പാവം അവൻ മണത്ത് നോക്കുമ്പോൾ he is smelling the blood. The lady Macbeth is smelling the blood. So he began to wash, and when he washed it, and again after wiping it out, again he smell it. So again that blood smell is coming. So she is going again to wash. So day and night she is washing to remove the smell from his little hand. And lastly she is saying that the whole perfumes of Saudi Arabia is insufficient to sweeten my little hand. The whole perfumes in Saudi Arabia is incapable to sweeten my little hand. ഈ സൗദി അറേബ്യയിലുള്ള സകല പെർഫ്യൂമും കൂടെ ഉപയോഗിച്ചാലും എൻ്റെ രണ്ട് കുഞ്ഞ് കൈകൾക്കുള്ള സ്മെല്ലിൻ്റെ മണം അത് മാറ്റാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ വിരമിച്ചു. കർത്താവിൽ പ്രിയരെ, എൻ്റെ വചന ശുശ്രൂഷ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കാളികളായിരുന്നു. യു ആർ പ്രസന്റ്. വിശുദ്ധ 10 യോഹന്നാന്റെ സുവിശേഷം chapter 15 verses 2. You are all sanctified because of the word of God which I have spoken to you. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളെല്ലാവരും വിശുദ്ധരായിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ You all are sanctified because of the word which I have spoken to you. നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം ദൈവമേ നിങ്ങളെല്ലാവരും സാങ്ക്ടിഫൈ ചെയ്തു, വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിൽ. So that let God help us to make this Passion Week worthy to God, forgiveness of sin. എല്ലാം ദൈവം തമ്പുരാൻ നമുക്ക്, നമ്മുടെ സഭയ്ക്കും ദേശത്തിനും സകല മനുഷ്യജാതികൾക്കും തൻ്റെ രക്തം മൂലം സാധിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രഭാച്ചനെയും ഇതിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.